അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തി ഇവിടെ വെച്ച് ഫുഡൊക്കെ വെച്ച് കഴിച്ചു. ഇവിടെ തന്നെ കിടന്നുറങ്ങി. കുടക് പ്ലാന്റേഴ്സ് ക്ലബ്ബാണിത്. നമ്മുടെ ഈ കുടകിൽ ഇവിടെ എല്ലാം കണ്ട കേരളം പോലെ തന്നെയാണ്. നല്ല സാമ്യമുണ്ട് കേരളമായിട്ട്. വിരാജ്പേട്ട് തലക്കാവേരി. അതെ, ഉണ്ണിക്ക് ഇന്നലെ വൈകിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം ഇന്നലെ പോയില്ലേ? വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ തണുപ്പ് പോയില്ലേ? അതെ, ഇപ്പോഴോ? ഇല്ല, നിർത്തി, ഇട്ടിട്ടില്ല. വണ്ടിക്കകത്ത് തണുപ്പ് പോകുന്ന നമ്മള് AC ഇടാതെ കിടന്നു കഴിഞ്ഞാൽ തന്നെ അതെ, 3 പേരുടെ ബോഡി ഹീറ്റും എല്ലാം ഓക്കെ. ക്യാബിൻ എയർ ടൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സുഖം ഉറക്കമല്ലായിരുന്നോ? ഒന്നും അറിഞ്ഞില്ല. മിനിഞ്ഞാന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ശരിയായില്ല. രാത്രി അവിടുന്ന് പോകുന്നു, ഉറങ്ങാതെ ഞാൻ പോരുമല്ലേ. അയ്യോ, ഇന്നലെ അതുകൊണ്ട് കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. നല്ല കാലാവസ്ഥ. അയ്യോ, എന്നാ സുഖമായിരുന്നു. ഒരു മീഡിയം തണുപ്പ്. തണുപ്പ് നല്ല സുഖമായിരുന്നു. കിടന്നുറക്കം. വെളിയിൽ നല്ല തണുപ്പായിരുന്നു. വെളിയിൽ നല്ല തണുപ്പായിരുന്നു. സൂപ്പർ തണുപ്പായിരുന്നു. ഞാനേ കിടന്നും അറിയാതെ ഉറങ്ങിപ്പോയി. നിങ്ങൾ കൂർക്കം വലിച്ചതുപോലും ഞാൻ കൂർക്കം വലിച്ചത് കാലത്ത് നോക്കി കഴിയുമ്പോ രണ്ടുപേരുടെ വാശിക്ക് ഒന്ന് പിടിക്കുന്നു. എന്നാലേ ഞാൻ എപ്പോ കിടന്നുറങ്ങിയാലും ഉണ്ടല്ലോ, ഞാൻ കറക്റ്റ് 5 മണിയാകുമ്പോ ഏക്കും. അത് ഞാൻ അറിഞ്ഞായിരുന്നു. കിടന്ന ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ കൂർക്കമ്പലി, നല്ല കൂർക്കമ്പലി ആയിരുന്നു ഉണ്ണി. വീഡിയോ എടുക്കണായിരുന്നു. ഞങ്ങള് ഉറങ്ങിയില്ലായിരുന്നു അന്നേരം. തെളിവ് സഹിതം കാണിക്കായിരുന്നു രാവിലെ. അടിപൊളി റോഡും കേട്ടോ. റോഡെല്ലാം നല്ല, അത് തന്നെയല്ല, എല്ലാ സ്ഥലങ്ങളിലും നല്ല നീറ്റും അല്ലേ? വളരെ നീറ്റാ. അതെ, ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോം മെയ്ഡ് വൈൻ. നമ്മുടെ അവിടുത്തെ പോലത്തെ വൈനാണോ? നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റിയല്ല, നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. അപ്പോഴേ രാവിലെ ഒരു ചായ കുടിക്കണ്ടേ? അവിടെ നല്ലൊരു ചെറിയ കട ഉണ്ട്, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. മലയാളം എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് മലയാളത്തിൽ ബോർഡൊക്കെ ഉണ്ട്. ചായ പറ. ക്യാമറമാനാണോ? വേണ്ട, ഞാൻ നോക്കിയിട്ട് മതി. ഒരു ശകലം നല്ല, ഇപ്പം രാവിലെ ചായ മാത്രം മതി. സ്നേഹം പങ്കുവെക്കുന്ന പോലെ. ചൂട് പത്തിരി. എനിക്ക് ശാലം മതി. അതിന് ശാലം തന്നാൽ മതി. ചായ വേണോ? ഞാൻ ഒരു ചായ. അതെ, ഓരോ ചായ കൂടെ കുടിച്ചാൽ. അതെ, ഒരു 3 ചായ കൂടെ എടുത്ത് വെച്ച്. ഇത് ഓഫീസില്ലായിരുന്നോ സപ്പോർട്ട്? ഓഫീസ് പറഞ്ഞുണ്ടായിരുന്നു. അതെ, ഇത് നല്ല സപ്പോർട്ട എന്നുള്ളത് ചിക്കു എന്ന് അറിയപ്പെടുന്ന എന്നാ സംഭവം എന്നറിയോ? ചിക്കു എന്ന് നമ്മള് ആ പഴത്തിന് വിളിക്കും. ഈ സപ്പോർട്ട എന്നുള്ള ഇതിന്റെ ഈ ഓരോ വൃക്ഷങ്ങൾക്കും അതിന്റെ ഫാമിലി ഉണ്ട്. സപ്പോർട്ടസ്യ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഈ സാധനം. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അതിലാണ് ഈ സപ്പോർട്ട എന്ന് എല്ലാവരും പറയുന്നത്. ചിക്കു എന്ന് ഈ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ നമ്മൾ എല്ലാവരും വിളിക്കും. വടക്കേ ഇന്ത്യയിലെ കൂടുതൽ ചിക്കു എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ എല്ലാവരും സപ്പോർട്ട എന്നാണ്. നമ്മളെ രാവിലത്തെ ചായ നല്ലതായിരുന്നു അല്ലേ? ആ സാധനം നല്ലതായിരുന്നു. പത്തിരി നമ്മുടെ ഇവിടെ കിട്ടുന്ന പത്തിരി പോലെ നല്ല ചായ ആയിരുന്നോണ്ട് എല്ലാരും 2 ചായ വെച്ച് കുടിച്ചു. തണുപ്പിന്റെ അവിടെ ചായ കുടിപ്പ് ഒരു സുഖമായിരുന്നു. അതെ. ആ ചേച്ചി മലയാളിയാ. ചേച്ചി മലയാളിയാ. ചേച്ചി വേറെ ആരാണ്ടും ഫോണിൽ സംസാരിച്ചപ്പോ ഇടയ്ക്ക് മലയാളത്തിലാ സംസാരിച്ചത്. അല്ല, നമ്മളോട് മലയാളമാ പറഞ്ഞേ. അതെ, അല്ല, അപ്പം നമ്മളിപ്പോ ഇവിടുത്തുകാരാണ്, മലയാളം അറിയാമെങ്കിൽ വേറൊരാളോട് കന്നഡല്ലേ സംസാരിക്കും. അതെ. കണ്ണൂർ 57 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. മാക്കുട്ട 25. ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. സ്കൂളാന്ന് തോന്നുന്നത്. സ്കൂളോ നഴ്സറി ഒക്കെയാ പഴയ. അതെ, വണ്ടി പെട്ടെന്ന് പോട്ടെ. അവര് നാട്ടിൽ നിന്ന് അവിടെ വന്നിട്ടുണ്ട്. വന്നോ? അവര് നാട്ടിൽ ഇന്നലെ എന്നാ ചെയ്യുന്നത്? സ്പീഡിൽ പോയാൽ പറയും ഭയങ്കര സ്പീഡാന്ന് പറയും, പതുക്കെ പോയാൽ പറയും പതുക്കെ ആവുന്നെന്ന് പറയും. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല. അതെ എന്ന് പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് കയറുവാണോ, ഇടതുകാലം കുത്തി കയറുമ്പോൾ പറയും നീ ഇവിടെ മുടിപ്പിച്ച് കിടക്കും, 2 കാലം മുക്കി ചാടാന്ന് നോക്കുമ്പോൾ പറയും ഇതെന്നടാ സർക്കസ് കൂടാരാണോ? ഇങ്ങനെ ഒരു കഥയുണ്ട്. എന്നാണേലേ ഈ ട്രിപ്പിന് നമ്മുടെ മെയിൻ ഡ്രൈവറെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. എന്നാന്നറിയോ, ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ മെയിൻ ഡ്രൈവർ ശ്രദ്ധിച്ചേനെ. അതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിക്കുകയല്ല. മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ കാപ്പിത്തോട്ടത്തിലൊക്കെ ഇറങ്ങിപ്പോയി കാപ്പിയുടെ ഒക്കെ വീഡിയോ എടുത്താൽ. അതെ, കാപ്പിത്തോട്ടം തന്നെയല്ല, ഒരുപാട്. പക്ഷേ അതുമല്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേനെ. അതുകൊണ്ട് ഇനി മെയിൻ ഡ്രൈവറെ കൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് കുടകിന് ഒരു ലോഡ് എടുക്കണം. മുതുവിതോ ഇപ്പോഴേ നമ്മൾ വിരാജ്പേട്ടയിലേക്ക് എത്തുക. അപ്പം നമ്മൾ ലോഡ് ഇറക്കേണ്ട വിരാജ്പേട്ടയിൽ നിന്ന് തലക്കാവേരി റൂട്ടിലാണ് ഇറക്കേണ്ടത്. തലക്കാവേരി റൂട്ട് അവിടെ 10-15 കിലോമീറ്റർ കൂടെ പോകണം. നമ്മുടെ കണ്ണൂരുമായിട്ടേ വളരെ അടുത്ത സ്ഥലമാണ് വിരാജ്പേട്ട. 50 കിലോമീറ്ററേ ഉള്ളൂ. വിരാജ്പേട്ട നല്ലൊരു ടൗണാണ് കേട്ടോ. പിന്നാണല്ലോ ഈ ടൗണുകളെല്ലാം നല്ല നീറ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഈ നമ്മൾ കുടയിലേക്ക് കയറിയിട്ടേ എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റാണ്.
ഇത് നോക്കി, ഇതാരാ നിൽക്കുന്നത് നോക്കി. കണ്ണാടി എടുത്ത് പോയി. 1868 ജനിച്ച് 1944 മരിച്ച ആളാ ആരാണേലും. അത് എഴുതി വെച്ചിട്ടുണ്ട്. തോരണം തൂക്കിയിട്ട പോലെയല്ലേ കണ്ണട ഇരിക്കുന്നത്. അത് ശരി. ഇപ്പോഴേ നമ്മൾ ഈ തലക്കാവേരി റൂട്ടിലാണല്ലോ പോന്നേ. ഇവിടെ അല്ലേ ഈ കാവേരി നദി ഉത്ഭവിച്ചേക്കുന്നത്? അതാ ഇവിടെ മിക്കവാറും സ്ഥാപനങ്ങളുടെ ഒക്കെ പേര് കാവേരി എന്ന് കൂട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ ബോർഡ് കണ്ടു. ആ, നമ്മുടെ ഇവിടെ നമ്മൾ പമ്പ എന്നൊക്കെ പറയല്ലേ, പെരിയാറ് എന്ന് പറഞ്ഞ പോലെ കാവേരി ഇവർക്കൊരു പുണ്യ നദിയായിട്ടാണ് കാണുന്നത്. ആ, മടിക്കേരി 31 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. പിന്നെ ഇതുകൊണ്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ അല്ലേ? നമ്മുടെ അവിടെ പണ്ടുണ്ടായിരുന്ന പോലുള്ള ബിൽഡിങ്ങുകളല്ലേ, എല്ലാം ഓടായിട്ടേക്കുന്നത്. നല്ല അടിപൊളി വീടുകളാണ്. ആ പെയിന്റിങ്ങും ആ കളറും എല്ലാം നല്ല അതെ അല്ലേ. ഇതേ തലക്കാവേരി 53 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. കാസർഗോഡ് അതിർത്തി. ആ, തലക്കാവേരിയുടെ അതിർത്തി കാസർഗോഡാ അല്ലേ. നമ്മളെ കുടകിൽ കൂടി യാത്ര ചെയ്യുമ്പോഴേ മിക്ക സ്ഥലങ്ങളിലും റേഞ്ച് ഇല്ല, അതാണ് ഒരു പ്രശ്നം. കമുകുന്തോപ്പ് ഉണ്ടോ? ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷികൾ കാപ്പിയും കുരുമുളകും കമുകും പിന്നെ കുറച്ച് തേയിലയുണ്ട് ചില ഭാഗങ്ങളിൽ. ആ ഉണ്ണി കിടന്നോ? അതെ, ക്ഷീണമാണല്ലോ ഭയങ്കര. എന്റെ കൈ കുറേ ഇരുന്ന് കഴിയും കാല് മരിക്കും. അന്നേരം കാല് നൂർത്ത് വെക്കാൻ വേണ്ടി. അതെ, ഒരു കാര്യം ചെയ്യും, അവിടെ ഇരുന്നിട്ട് ഈ സീറ്റയിലോട്ട് ഇതിലോട്ട് ചാരി ഇരിക്കണം. അപ്പോൾ കുഴപ്പമില്ല, ഇത് കാല് വേദന എടുക്കുകയല്ല. ആ, ഇങ്ങോട്ട് ചാരി ഇരിക്കാൻ ഈ ഇതിലോട്ട് പുറയിലോട്ട് സീറ്റിലോട്ട് ചാരിക്കേ. ഞാൻ ആ ടൈപ്പല്ല. നടുവേദന എടുക്കാതിരിക്കാനുള്ള കാര്യം പറഞ്ഞു തന്നത്. ഒരു നടുവേദന എടുക്കുകയല്ല. പിന്നെ യോഗാചാര്യനോടാ പറയുന്നത് അങ്ങോട്ട് ചാരിയിരിക്കാൻ. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ല ഉണ്ണി. ആ ഇരിപ്പ് ഇരുന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് കിടക്കും. അതെന്താന്നറിയോ? അതെന്താന്നറിയോ? അതെ, സീറ്റ് ചാരി ഇരിക്കാത്ത എന്നാന്നറിയോ? ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പറയത്തില്ലേ കുറച്ചു നേരം കഴിയുമ്പം ഞാനൊന്ന് കാല് നൂർക്കാന്ന് പറയാം. മുമ്പേ പറഞ്ഞു. അതും തന്നെ ആയിരിക്കില്ല, ചിലപ്പം ബഹുമാനം കൊണ്ടും ആകാം. എന്നാ അതായിരിക്കും. കരടാന്നോ കരാടാന്നൊക്കെ വായിക്കാം. എല്ലാം കാപ്പിക്കുരുവാണ് ഉണങ്ങാനിട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ കുടകിൻ്റെ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. ഇപ്പം SH 90 കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ വീടുകളിലും ഓരോ ജീപ്പുണ്ട് കേട്ടോ, 4 വീൽ വണ്ടി. വഴി ഇവിടുന്ന് കോൺക്രീറ്റ് ചെയ്തേക്കാണല്ലോ, ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുക. ഇത്രയേ ഉള്ളൂ. അല്ല, വഴി ഇതെല്ലാം ചെറിയ വഴിയാണ്, വണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ പോകത്തുള്ളൂ. പിന്നെ ആപ്പാടെ 400 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ ഈ ട്രിപ്പ്. പക്ഷേ 2 ദിവസമായി വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. മറ്റേ ഡ്രൈവർ പങ്കായം എറിഞ്ഞു പോകുന്നതിന്റെ കുഴപ്പമാണ്. ഒരാള് തന്നെ ഓടിക്കണ്ടേ, ആരെങ്കിലും സഹായിക്കൂ? അതില്ലല്ലോ. രണ്ടുപേരും ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കുന്നില്ല. അതെ, തുഴയുമല്ല, ചതച്ചോടെ എടുത്തോണ്ട് പോകും. അതെ, ഇവിടുത്തെ ഒരു ഹെൽത്ത് സെന്ററാണ് ഇത്. നല്ല പെയിന്റിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട്. അപ്പോഴേ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ തീർന്നു. അപ്പോൾ ഇവിടെ ഒതുക്കി നിർത്തും, എന്നിട്ട് നമ്മുടെ പാർട്ടിയെ വിളിക്കാം ഏതാന്ന്. അതെ, ആദ്യം ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് നോക്കണം അവിടെ വണ്ടി കയറുമെന്നൊക്കെ, എന്നിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. വന്ന വഴിക്ക് ഗേറ്റ് കണ്ടായിരുന്നു, അതിൽ കയറത്തില്ല ഇല്ലേ? ആ വണ്ടി ഇരുന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ? കയറത്തില്ല, ഹൈറ്റ് ഉണ്ട്, തട്ടും. അവിടെ ഒരു കവാടം ഉണ്ട്. ഉണ്ടോ? ആ, എന്നാലേ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയേക്കാം. ഇപ്പോഴേ ഇവിടെ അല്ലേ ഇറക്കണ്ടേ, ഇവിടുന്ന് കുറച്ചുകൂടെ പോയി ഇതേ ആ കാണുന്ന മലയുടെ മുകളിലെങ്ങാണ്ടാ. ആ, അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറി പോകുമെന്നൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ പോയി നോക്കിയിട്ട് വരാം, എന്നിട്ട് വണ്ടിയായിട്ട് പോവാം. അതെ, അല്ലെങ്കിൽ പിന്നെ അതെ കാപ്പിക്കുരു എല്ലാം പറിച്ച് ഉണങ്ങാനിട്ടേക്കുക. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, നല്ല അടിപൊളി സ്ഥലം എന്താ പറഞ്ഞാലും. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം. അതുകൊണ്ട് ഇനിയിപ്പം വലിയ പാടില്ല. ഞാൻ പറഞ്ഞാൽ മോശം വഴിയൊക്കെ ആണെങ്കിൽ വണ്ടി പോയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് തന്നെ കയറി വരാനും തിരിച്ചിറക്കാനും ഒക്കെ ബുദ്ധിമുട്ടായേനെ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇവിടെ ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെ അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, അവിടെ തന്നെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, തിരിച്ച് വന്നിട്ട് വേണം അവിടെ കയറാൻ, അല്ലാതെ കയറത്തില്ല. അപ്പോൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോയതാണ്. ഏതൊക്കെയാലും റോഡിൽ തന്നെ ഇട്ട് തിരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ തിരിച്ച് വന്നിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കയറാൻ. കറക്റ്റ് വീതിയേ ഉള്ളൂ. കയറാൻ ഇച്ചിരി പാടാ, അതവിടെ ഒരു മഴയായതുകൊണ്ട് ഡമ്മി ഊടായിട്ട് കിടന്ന് കറങ്ങാൻ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് ഇങ്ങനെ കയറിപ്പോന്നു കുഴപ്പമില്ലാതെ.
അപ്പോഴേ ഇവിടുന്ന് ട്രാക്ടറിൽ ഇവർ കൊണ്ടുപോവുക. അപ്പം രണ്ടുപേരും കൂടെ കയറെല്ലാം അഴിച്ച് ഡോറൊക്കെ തുറന്ന് റെഡിയാക്കി പോയി. എന്നിട്ട് കൊണ്ടുപോകും. നമുക്ക് പോകണ്ട. അതെ, കയറ് കെട്ടുന്നതാ പാട്, അഴിക്കുന്ന പാടൊന്നുമില്ല. ഞാൻ തന്നെ അഴിച്ചോളാം. നിങ്ങൾ രണ്ടുപേരോട് എന്നെ കൊണ്ട് തന്നെയല്ലേ കെട്ടിച്ചത്, ഞാൻ തന്നെ അഴിച്ചോളാം. അഴിച്ചോ അല്ലേ? അല്ല ഉണ്ണി, ഒരു കാര്യം ചെയ്യും, അഴിച്ചേച്ച് അങ്ങോട്ട് പോരും, ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് വന്നു. അതെ, ഞങ്ങൾക്ക് അവിടെ പ്രഷപ്പിന് സൗകര്യമുണ്ട്. അല്ല, നീ അങ്ങനെ വിഷമിക്കരുത്, നിന്റെ എല്ലാം ചെയ്ത് തന്നേച്ചാൽ ഞങ്ങൾ പോവുള്ളൂ. കാരണം നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റുകയില്ല. നിനക്ക് അവിടെ വെച്ച് നീ അത് ചെയ്തതിന് ചെറിയ വിഷമം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അതെ അതെ, അവനെ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോവാതെ ഇതിലെ ഏണി. ആയിക്കോട്ടെ, ഓക്കെ. അതെ, ഒരു വേറെ ചെയ്യണം. താക്കോല ആ ട്രേക്കകത്ത് കിടപ്പുണ്ട്, അത് നിങ്ങൾ എടുത്ത് തന്നെ. അതൊക്കെ ഓർത്തോണ്ട് കയറി പോകണ്ടായിരുന്നു മുകളിലോട്ട്. അതിനിടയിൽ അങ്ങനെ താഴെ പോയാണ്ടല്ലോ. താക്കോല് പോയാൽ പിന്നെ അത് തുറക്കാനും പറ്റത്തില്ല. അഴിക്കാൻ അറിയാവോ? അപ്പുറം സൈഡിൽ ചെന്ന് അഴിക്കുക. ഒരു സൈഡിൽ തന്നെ നിന്നാൽ അവിടെ വേറെ ആളില്ല. അവിടെ മൊത്തം ബാക്കിയും കൂടെ നോക്കിയിട്ടേ പോവുള്ളൂ. നോക്ക്, വേണ്ട അതിൻ്റെ ബാക്കി നോക്ക്. അതെ, നമുക്ക് ലോഡ് പകർത്തി കയറ്റി കൊണ്ടുപോകാനുള്ള ട്രാക്ടറും വന്നു കഴിഞ്ഞു. ലോഡ് കയറ്റാൻ വണ്ടിയും വന്നു കേട്ടോ. എന്നാൽ ആശാന് വെള്ളം വേണോ, ദാഹിക്കുന്നുണ്ടോ, പരവേശമുണ്ടോ ചോദിച്ചോ? ഇല്ല കേട്ടോ. എന്തോ ആശാൻ സോഷ്യലിസത്തിന്റെ മകുട ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ഉള്ളവനെ എപ്പോഴും അവരുടെ താല്പര്യം സംരക്ഷിക്കും, കൂടെ ചേർത്ത് നിർത്തും. അതല്ലേ വേണം. അതാ പറഞ്ഞത്, അവനെ പുകഴ്ത്തി പറഞ്ഞതാ, കളിയാക്കിയതല്ല. അപ്പം ട്രാക്ടർ ഉണ്ടോ? അതിൻ്റെ ഫ്രണ്ടിലെ ടയറുണ്ടോ? വലിയ ടയറാ അല്ലേ? ഫ്രണ്ടിലെ ടയറും വലുതാ. സാധാരണ ചെറുതല്ലേ? ചെറുതാണെന്ന്. അതിൻ്റെ ഉപയോഗം എന്നാന്ന് നമുക്ക് അതിൻ്റെ ഡ്രൈവറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഡോറ് തുറന്നോട്. കയറഴിച്ചു കഴിഞ്ഞാൽ ഡോറ് തുറന്നു കൊടുക്കണ്ടേ? ഇതിന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ട്രാക്ടർ അതിൻ്റെ പുറയിലേക്ക് പിടിക്കുക, അതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അതെ, ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇവരെല്ലാം മലയാളമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മലയാളം നല്ലപോലെ അറിയാം. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വരാം. നേരത്തെ ഇവരിത് ഇറക്കി നിൽക്കട്ടെ. ഇവരെ ഇറക്കി ഇത് ഇനി കുറച്ച് സമയം എടുക്കും. ഉച്ച കഴിയും. എന്നാ ചെയ്തുകൊണ്ട് ഇറക്കിയിട്ട് പിന്നെ പറഞ്ഞു 2-3 ട്രിപ്പിനല്ലേ തീരുള്ളൂ. എല്ലാ വീടുകളിലും കണ്ടോ ഇതുപോലെ ഒരു ജീപ്പും ഉണ്ട്. ഇതുപോലെ ഒരു ഗ്രൗണ്ടും കാണും. കാപ്പിയുണ്ട്, കാപ്പിക്കുരു ഉണ്ട്. അതെ ഉണ്ണി, ഈ കാപ്പിക്കുരുവേ പല ഐറ്റം അല്ലേ? അത് ഒരേ സൈസാണോ? അല്ലെന്നേ, പല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പല ടേസ്റ്റ് ഉള്ളതുണ്ടോ? അതല്ല, പല ടേസ്റ്റ് ഉള്ളതുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. കാണുമായിരിക്കും അല്ലേ? പട്ടി വല്ലതും ഉണ്ടോ? പട്ടി ഉണ്ടോന്നോ? പട്ടി ഉണ്ട്, നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കുളിച്ച് ഫ്രഷായി. രാജേഷ് വണ്ടിയുടെ അടുത്തോട്ട് പോയി. ഫോൺ വരുന്നതുകൊണ്ട് എവിടെ ഇച്ചിരി റേഞ്ച് കുറവുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടി വന്നത്. നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടെ ഒരു റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ആളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേയും കൂടെ ഉണ്ട്. കുറച്ച് റൂമുകളുണ്ട് ഇവിടെ. പിന്നെ പുറകോട്ട് ഇവരുടെ തന്നെ കാപ്പിത്തോട്ടമാണ്. ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതെന്നാ പോവാ അത്? ഇത് ലക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൊസാണ്ടയില്ലേ, ആ ടൈപ്പാന്ന് തോന്നുന്നു. അതിൻ്റെ വേറൊരു വകഭേദമാണെന്ന് തോന്നുന്നു. വകഭേദമാണെന്ന് തോന്നുന്നു. എന്നാ കളറാന്ന് നോക്കി. കറക്റ്റ് റെഡ് കളറാ. റെഡെന്ന് പറഞ്ഞാൽ ഈ ഇടുക്കിയിലും പൂവുകൾക്ക് ഭയങ്കര നല്ല കളറല്ലേ? അത് കാലാവസ്ഥയുടെ ഉണ്ട്. കാലാവസ്ഥ തണുപ്പായോണ്ടായിരിക്കും. ഇതുണ്ട് ഈ ചെടിയല്ലേ? ഈ പൂവിൻ്റെ കളർ കണ്ടോ? 2 ടൈപ്പ് കളറുണ്ട്. മിക്സാ, 2 ടൈപ്പും അല്ല, 2-3 കളറുണ്ട്. അതെ, ഉണ്ണിപ്രായ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാന്ററാന്നേ തോന്നുള്ളൂ. തൊപ്പിയൊക്കെ വെച്ച് ഒരു ഷൂവും കൂടെ ഇടണം കേട്ടോ. പക്ഷെ വേറെ കുഴപ്പമുണ്ട്, അങ്ങോട്ട് മാറി കഴിയുമ്പോൾ കങ്കാണിയാന്ന് പറയരുത്. അതില്ല, അതിന് ഈ തേയിലത്തോട്ടത്തിനകത്തോടെ സൂപ്പർവൈസറല്ലേ, അതെ, അതിങ്ങനെ നിക്കറൊക്കെ ഇട്ടാ കയ്യിലൊരു വടിയും കാണും. നിക്കറും മാറി ഒരു ഷൂവും കൂടെ ഇടണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാക്കി നിക്കറാക്കണം അല്ലേ? അതെ, കാക്കി നിക്കർ കങ്കാണിമാരാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞതേ പ്ലാന്ററുടെ ലുക്ക് വരണമെങ്കിൽ ഒരു പാൻറ് വിട്ട് ഒരു ഷൂവും കൂടെ ഇടണമെന്നാ പറഞ്ഞേ. കങ്കാടി ആകാനാണ് താല്പര്യമെങ്കിൽ കാക്കി നിക്കർ ഇട്ടാ. നമുക്ക് അച്ഛനാകാനും പെണ്ണ് കെട്ടാനും സംഭവം. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇതേ ഇതിലേക്കൂടെ നടന്നു വരുമ്പോൾ ഓർമ്മ വരുന്നത് എന്നാണെന്നറിയോ? ചില ഈ പ്രിയദർശൻ സിനിമയ്ക്കകത്തൂടെ ഇങ്ങനെ വലിയ പാടത്തിനകത്തൂടെ ഒക്കെ വരുമല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാലേ പാടം പോലെ മറ്റേ തിട്ടാക്കൂടെ വരുന്നവരല്ലേ, പലതരത്തിലുള്ള കാപ്പിക്കുരു, കളറുള്ള കാപ്പിക്കുരു. മിസ്റ്റർ ബ്രോ, കഞ്ഞിയൊക്കെ ചൂടാക്കിയോ? എന്നെ ഉത്തരവ് ചുമ്മാ മൊബൈലെ തോട്ടിക്കൊണ്ടിരിക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്നെ ഇടപാടാണ്. കണക്കൊക്കെ എഴുതാണ്ടായിരുന്നു, അത് എഴുതി വെക്കുകയായിരുന്നു. കണക്ക് എഴുതിയ വയറ് നിറയൂ.
കഞ്ഞി ഇപ്പൊ തരാം, റെഡിയാക്കാം. 10 മിനിറ്റ് എന്നാ പെട്ടെന്ന് റെഡിയാക്കി. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ട്രാക്ടർ ഒരു ട്രിപ്പ് കൊണ്ട് ഇറക്കിയേ ഉള്ളൂ, ഇറക്കി വെച്ച് വന്നു. ഇനിയിപ്പം അടുത്ത കയറണം. ഇത് വൈകുന്നേരം ആവും തോന്നുന്നു കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഉറങ്ങി കേട്ടോ, തണുപ്പ് കാരണം. നോക്കി, ആ ഉച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കുക. തണുപ്പല്ലേ? തണുപ്പ്. അതെ. അപ്പോഴേ എന്നാ രാവിലെ എന്നാ? രാവിലെ അല്ല, ഉച്ചയായി. ആ ഉച്ചയായി. അതെ, ഇന്നിപ്പം ബ്രഞ്ചാ കഴിക്കുന്നത്. ആ ചിക്കൻ കറി ചൂടായി, കഞ്ഞിയുണ്ട്, അപ്പം അച്ചാറും ഉണ്ട്. ഉണ്ണിപ്രോ പറഞ്ഞത് ശകലം മോര് കറിയും കൂടെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ ആകുമ്പം അടിപൊളിയായി. വെറും കഞ്ഞി അല്ല, പഴയ കഞ്ഞി. പഴയ കഞ്ഞി. അതെ. അതെന്നാ തൈരോ? അത് തൈരല്ല, ഒരു മോര്. എന്നാ വെച്ച് കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു വേറെ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഒരു ചെറിയ പുളി, വയറൊന്ന് ശുദ്ധമാക്കാം മോരാകുമ്പം. തുപ്പല്ലേ ഇതിന് ഈ കളറ്? അതെ അതെ അതെ, ഹിമാലയൻ പിങ്ക് സാൾട്ടാ. ഞങ്ങൾ ഹിമാലയത്തിൽ പോയപ്പോൾ കൊണ്ടുവന്നാ. ഹിമാലയത്തിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഉപ്പ് ഇപ്പോഴും ഇരിക്കുക. പിന്നെ അതെ, ഹിമാലയത്തിൽ പോയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വർഷമൊന്നും ആയില്ല, കുറച്ച് നാളല്ലേ ഉള്ളൂ. ഇതാ ഏറ്റുമാരെ ഏതോ സൂപ്പർ മാർക്കറ്റിൽ തണുപ്പ് കൊണ്ടിരുന്ന സാധനം ഹിമാലയൻ പിങ്ക് സോൾട്ട്. ഏറ്റുമാൻ്റെ എവിടെ തണുപ്പുള്ള? അല്ല, സൂപ്പർ മാർക്കറ്റ് AC ഉണ്ടല്ലോ, അതിന്റെ തണുപ്പിന്റെ കാര്യം പറഞ്ഞു. പിങ്ക് സാൾട്ട് അത് നന്നായി വരട്ടെ. ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നാ സാധനം സംഭവം ശരിയാ, സാധനം ഉപ്പല്ല. ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതേന്നേ 3 കൊല്ലം എങ്ങാണ്ടായി ഹിമാലയത്തിൽ പോയിട്ട്. സോൾട്ട് ഇരിക്കുക. അല്ലല്ല, 3 കൊല്ലൊന്നും ആയില്ല. അതെങ്ങനെ 3 കൊല്ലമായി? ആണോ? എന്നാ പോയെന്ന് പറഞ്ഞേ. വീഡിയോ എടുത്ത് നോക്കി അറിയാലോ. അതറിയാം. പക്ഷേ ഇതൊന്ന് കഴുകിക്കൊണ്ടു, ഇതൊക്കെ കഴുകുകയും ഇതെല്ലാം കൂടെ ചെയ്യണം കേട്ടോ. രാത്രി നല്ല തണുപ്പായിരുന്നു. ഈ വെയിലിന് ഭയങ്കര ചൂടും കേട്ടോ, അല്ലേ? ചൂടെന്ന് പക്ഷേ നമ്മൾ ആവി എടുക്കുന്നില്ല, വേർക്കുന്നില്ല. പക്ഷെ നല്ല ചൂടുണ്ട്. എല്ലാം റെഡി. കണ്ണിമാങ്ങാച്ചാറ്, മോര്, നാടൻ കോഴിക്കറി. എന്നാ കഴിച്ചു. ഇരിക്കും, ക്യാമറമാനും ഇരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് കഴിക്കാം. എന്നാ കഴിച്ചോ. കഞ്ഞി നല്ല തണുത്തേ, അടിപൊളിയായിട്ടിരിക്കാൻ. തണുപ്പില്ലായിരുന്നു, ഫ്രീസറിൽ നിന്ന് എടുത്ത പോലെ അല്ലേ? അതെ അതെ അതെ. രാവിലെ കാപ്പി കുടിച്ചില്ലല്ലോ, രാവിലെ ആ ചായ കുടിച്ച് അല്ലേ? ആ ചെറിയ കടിയാണെങ്കിലും നല്ല കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, ക്ഷീണമൊന്നും തോന്നിയില്ല. ഇപ്പം നമ്മുടെ വണ്ടിയൊക്കെ കാലിയായി. ആ ബാക്കിയുള്ള സാധനം ഇവിടെ ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് അവർ ട്രാക്ടറിന് കയറ്റിക്കൊണ്ട് പോകും. പക്ഷെ തിരിച്ച് ലോഡ് ഇതുവരെ ആയില്ലെന്ന് തോന്നും. നാട്ടിലേക്കുള്ള ലോഡ് നോക്കണം. രാജശാരൻ്റെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇനി ലോഡായോ എന്നൊന്ന് ചോദിക്കാം. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ലോഡിൻ്റെ കാര്യത്തിൽ. ലോഡ് വല്ലതും ആയോ? എന്നായി? ലോഡ് സംസാരിച്ചിട്ടുണ്ട്, ഓഫീസിൽ സംസാരിച്ച്. നാട്ടിലേക്ക് ലോഡ് കുറവാ. മൈസൂർ ലോഡില്ല, 2 വണ്ടി നമ്മൾ തന്നെ നിൽപ്പുണ്ട്. വേറെ ലോഡ് പറയുന്നുണ്ട്, കേട്ടുന്നോ? എങ്ങോട്ട്? അമൃത്സറോ? പഞ്ചാബ്. എവിടുന്ന്? ഇവിടുന്ന് തന്നെ ഉണ്ട്. ആണോ? ഇനി പഞ്ചാബ് ആണെങ്കിൽ നിങ്ങൾ എന്നപ്പോൾ നമുക്ക് പോയാലോ? ഞാൻ റെഡിയാ, പോയേക്കാം. പോയാലോ? അമ്മയെ കാണണം. അമ്മയെ കാണണം. ഇപ്പോഴോ? വീഡിയോ കോൾ വിളിക്കും. വീഡിയോ കോൾ വിളിച്ച് വരില്ല, നേരിട്ട് കാണണം. വീട്ടിൽ പോകണം. അതിന് അമ്മച്ചി ചുട്ടയമ്മന്തി ഉണ്ടാക്കി തരുന്നത് കഴിക്കണം. ചുട്ടയമ്മന്തി ഒക്കെ നമുക്ക് ഇതേ ഉണ്ടാക്കി തരാം. ഇതിലൊക്കെ എല്ലാം ഉണ്ടാക്കി തരാം, ഒരു കുഴപ്പമില്ല. ചൂടാൻ പറ്റുമല്ലോ, ഗ്യാസ് സ്റ്റോവിൽ ചൂടാൻ പറ്റുമോ? അടുപ്പിച്ചിട്ട് തരാം. അമ്മയെ കാണണം. ഉണ്ണേ, അതെ, നമുക്ക് പോയിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് തിരിച്ചു വരാന്നേ. എക്സ്പ്രസ് ലോഡാ, പെട്ടെന്ന് പോയിട്ട് വരാം. അത് കുഴപ്പമില്ല. ഇതിപ്പോ ഇങ്ങനെ നമ്മളും അങ്ങനെ ഇപ്പൊ ഉടനെ വരാന്ന് കൊണ്ട് വന്നല്ലേ. അല്ല, അതാ മെയിൻ ഡ്രൈവറെ പോലും കൊണ്ടുവരാതെ നമ്മൾ വന്നത്. ഇത്രയും ദൂരം പോണ മെയിൻ ഡ്രൈവറെ പറ്റുള്ളൂ, എനിക്ക് അത്ര ദൂരം ഒന്നും പറ്റത്തില്ല. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ മെയിൻ ഡ്രൈവറെ വിളിക്കും. പോവാന്ന് പോയിട്ട് വരാം. അമ്മ വീഡിയോ കോൾ വിളിച്ചാണ്. വീഡിയോ കോൾ ഒന്നും വിളിക്കണ്ട, അമ്മയ്ക്ക് വീഡിയോ കോൾ എന്നാന്ന് പോലും അറിയത്തില്ല. അല്ല, അതിപ്പം ഭാര്യയോട് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാവില്ല. അമ്മ കാണാൻ മാറി നിൽക്കത്തില്ലേ? അമ്മ കാണണം. ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അവള് തലമണ്ട തല്ലി പൊട്ടിക്കും. അതിനാ അമ്മ കാണണമെന്ന് പറഞ്ഞല്ലോ? അല്ല, അമ്മയെ കാണാന്ന് പറഞ്ഞോണ്ടല്ല. രാജസ്ഥാനോ പഞ്ചാബ് വേണ്ട, വഴക്ക് പറ, ഭാര്യ വഴക്ക്. ഞാൻ അവിടെ ഒരു കൂടുകയുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു പഞ്ചാബ് പെണ്ണുങ്ങളെ തിരിച്ചു പോരുകയല്ലേ? വീട്ടിൽ കയറ്റിയല്ലേ? അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടുന്ന എനിക്കല്ലേ. അല്ല, പോയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, പോയിട്ട് വിളിക്കുന്നേ, പുള്ളിക്കാരത്തി വരും. എന്നാ പിന്നെ മെയിൻ ഡ്രൈവറോടൊന്ന് ചോദിക്കും. അവിടെ നിന്ന് ഇവിടെ വരെ വരണ്ടേ? അതല്ലേ ഒരു വിഷയം. അവിടുന്ന് ദൂരം വരട്ടെ, നമ്മളാണ് ഇവിടെ നിന്ന് പോയാൽ മതി. അവിടെ നേരെ വണ്ടി എടുത്ത് പോന്നാ ഇഷ്ടം പോലെ വണ്ടി മിറ്റത്ത് കിടക്കുമല്ലേ. വണ്ടി ആര് തിരിച്ചു കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകണം. ആണോ? ഇവനും പോകാൻ പറ്റത്തില്ല. അവന് കുഴപ്പമില്ല. കൂടെ വരണോ? അത് നിങ്ങൾ രണ്ടുകൂടെ ഒത്തോണ്ടുള്ള പരിപാടിയാണല്ലോ. രണ്ടുപേർക്കും ഭാര്യയെ കാണാൻ നിൽക്കാൻ പറ്റില്ല. അല്ല, അവൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കാര്യം എനിക്ക് എല്ലാം മനസ്സിലായി. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ സൂര്യയുടെ കൂടെ എങ്ങാണ്ട് പോകാന്ന് ഇങ്ങനെ ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. അത് ക്യാൻസലായി പോകുന്ന ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് അതൊന്നും അല്ല. അത് കഴിഞ്ഞ് കുഴപ്പമില്ല, ചേട്ടായി ചോദിച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുതെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാം മനസ്സിലായി, എല്ലാം തീരുമാനമായി. ഒരു കാര്യം ചെയ്യും, അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോരുക. ചായയാണോ കൂടെ വരുന്നത്? അല്ല, ഇത് പോന്ന ലോഡ് നമ്മൾ പോന്ന കാര്യം തീരുമാനിച്ചല്ലേ ലോഡ് പറയാൻ പറ്റുള്ളൂ. അതെ, ആരായാലും അവിടുന്ന് മാഡത്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് പോരുക. ഞങ്ങൾ ആ വണ്ടിക്ക് തിരിച്ച് അങ്ങോട്ടും പോകണം. ആണോ? ഏകദേശം പുള്ളിക്കാരത്തി പറയാം. ആദ്യം പുള്ളിക്കാരത്തെ വിളിച്ചു ചോദിക്കും, സാമാനം ഇത് സംഗതി വേണോ കേട്ടണോ വേണ്ടോ. അല്ല, നമ്മള് ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല, പുള്ളിക്കാരത്തെ വിളിക്കും. ആദ്യം മെയിൻ ഡ്രൈവറെ വിളിച്ച് വരുമല്ലോ എന്ന് ചോദിച്ചോ. ലോഡ് വേണോന്ന് ചോദിക്കാം. ലോഡ് വേണം, പുള്ളിക്കാരത്തേക്ക് നമ്മൾ ഈ പദ്ധതി എല്ലാം പൊളിഞ്ഞില്ലേ എന്നാന്ന് ചോദിക്കാം. അല്ല, അല്ലെങ്കിൽ നമ്മള് പോവാ, അതല്ലേ നമ്മള് പറഞ്ഞേ, ഞാൻ പറഞ്ഞേ. അല്ലെ നമ്മളല്ല, നിങ്ങള്. എന്നാന്ന് ചോദിക്കാം. ഹലോ. ലോഡൊക്കെ ഇറക്കി. ഇപ്പൊ ഇവിടുന്ന് നാട്ടിലേക്ക് ലോഡില്ല. ലോഡൊന്നും സെറ്റ് ആയിട്ടില്ല. അപ്പം ഇവിടുന്ന് ഒരു ലോഡ് പറയുന്നുണ്ട്, പഞ്ചാബിനാ, അമൃത്സറിന്. ലോഡ് ഇഞ്ചി, എക്സ്പ്രസ് ലോഡാ. ഏറ്റിയാലോ? അതെങ്ങനെ ഒരാൾ ഇവിടെ ഇരുന്ന് അമ്മയെ കാണണമെന്നും പറഞ്ഞ് കരച്ചില്ല, പിന്നെ അങ്ങനെ പോകുന്നേ? അതിപ്പം അമ്മയെ കാണണമെന്നാ പറയുന്നേ, പക്ഷെ ഭാര്യയെ കാണാനാന്ന് തോന്നുന്നു. അംഗവും കാണാൻ താളി ഓടിക്കാന്നല്ലേ? അതെ. അത് കരഞ്ഞത് ഉണ്ണിയാ, പക്ഷെ രാജേഷിനോട് കൂട്ടിയാ കരയുന്നത്. അവന്റെ വിങ്ങൽ എനിക്ക് കാണാം. അതെ, വിങ്ങി പൊട്ടുക. അപ്പൊ അതുകൊണ്ടേ, അപ്പൊ ലോഡുണ്ട് ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ചായയും നീയും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാം. എന്നാ വീഡിയോ എടുത്ത് ചെല്ലുമ്പോ ചുക്കൊക്കെ ആവും ചിലപ്പോ. അത് സാരമില്ല, എക്സ്പ്രസ് ആയിട്ട് അങ്ങ് പോവാം. അധികം വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങ് പോവാം. അല്ലെങ്കിൽ ഇവര് വരുന്ന ലക്ഷണം ഇല്ല. ഉണ്ണിക്ക് തിരിച്ചു പോകണമെന്നാ പറഞ്ഞില്ല, ഒരു രക്ഷയില്ലെന്ന്. തിരിച്ചു ചെല്ലുമ്പോ ഭാര്യ വീട്ടിൽ കയറ്റിയല്ലോ. ഇവർക്ക് പോകണ്ടല്ലോ, നേപ്പാളും ഒരിടത്തും കാശ്മീരും ഒന്നും ഇവർക്ക് പോകണ്ടല്ലോ. പോണോ? പോകണ്ട. അമ്മയെ കണ്ടാൽ മാത്രം മതി. അമ്മയെ കണ്ടാൽ അമ്മയെ കാണാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു. അമ്മ കേട്ടാലല്ല, ഇതിപ്പം ഭാര്യ കേട്ടാലേ കുഴപ്പം. ഭാര്യ കാണണമെന്ന് പറഞ്ഞില്ലല്ലോ, അമ്മയെ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴേ അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചായയോട് ഞാൻ വൈകുന്നേരത്തേന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ ലോഡ് കയറ്റാം, അന്നേരത്തേന് ഇങ്ങോട്ട് പോരെ വണ്ടിയും കൊണ്ട്. അപ്പോൾ ട്രാക്ടർ അവരെ രണ്ടാമത്തെ ട്രിപ്പും കൊണ്ട് ഇറക്കിയിട്ട് വന്നു. മൂന്നാമത്തെ ട്രിപ്പ്, ഈ ട്രിപ്പ് ട്രാക്ടറിലൊന്ന് കൂടെ പോയിട്ട് ആ കയറി പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് കാണണമെന്ന് ഓർത്താ, പക്ഷെ നമുക്ക് ലോഡായതുകൊണ്ട് അപ്പം അങ്ങോട്ട് പോവാം. അതുപോലെ തന്നെ ഈ ട്രാക്ടർ 4 വീലുള്ള ട്രാക്ടർ, അതാണ് വലിയ ടയർ ഇട്ടേക്കുന്നത്. ഇത് ഫ്രണ്ടിൽ ഹൗസിംഗ് ഒക്കെ ഉണ്ട്. വരട്ടെ. അപ്പം നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം. അപ്പോഴേ നേരെ നമുക്ക് പിന്നെ ഗോണിക്കുപ്പയിലേക്കാണ് പോകുന്നത് അല്ലേ? ഗോണിക്കുപ്പ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നാളത്തേക്കുള്ള ലോഡ് കൺഫേം ചെയ്തല്ലേ? ഉറപ്പല്ലേ? ലോഡ് ഉറപ്പാന്നാ പറഞ്ഞേ. അപ്പം അത് കയറ്റാൻ വേണ്ടി പോവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലോഡായി പോയല്ലേ? അതെ. ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനല്ലോ എന്ന് ഓർത്തിരുന്ന. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വന്നതിന്റെ ഐശ്വര്യം. അതെ. എന്ത് സന്തോഷമാണെന്ന് എനിക്ക് രണ്ടുപേർക്കും. ഇവനിങ്ങോട്ട് സീറ്റിലോട്ട് കയറി വന്നപ്പോ അയ്യോ ഇങ്ങനെ വെച്ചു. ഞാൻ ചോദിച്ചു അന്നേരം അളിയൻ അറിയാതെ പറയുവാ, ഞാനും പോകേണ്ടി വന്നെങ്കിലോ ഒന്ന്. മറ്റേ സലിംകുമാർ മറ്റേ സിനിമയ്ക്കകത്ത് പറയല്ലേ, എങ്ങാനും ബിരിയാണി വിളമ്പെങ്കിലോ, അബദ്ധത്തിൽ എങ്ങാനും പോകേണ്ടി വന്നെങ്കിലേ. ഈ ലോഡ് കിട്ടിയതേ മെയിൻ ഡ്രൈവറുടെ ഭാഗ്യം കൊണ്ടാ കേട്ടോ. അതിനാന്ന് ചോദിച്ചാലേ, ഈ പിന്നെ കുടകിലേക്ക് വരാൻ പറ്റാത്തതിൽ വിഷമിച്ചായിരുന്നു മെയിൻ ഡ്രൈവർ അവിടെ നിന്നത്. അപ്പം പൊന്നും മുത്തൊക്കെ അവധിക്കൊക്കെ വന്നിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് തന്നെ ലോഡ് കിട്ടിയോണ്ട് ഇവിടെ ഒന്നുകൂടെ കാണാമല്ലോ, അല്ല കണ്ടിട്ടില്ലായിരുന്നല്ലോ.
വേറൊരു കാര്യമുണ്ട് കേട്ടോ ഉണ്ണി. ആ ഭാര്യയെ പുകഴ്ത്താൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാറില്ല. ഭാര്യയെ പുകഴ്ത്തുകയാണോ ഇത്? ഉള്ള കാര്യം എടാ, അവരെ സംബന്ധിച്ച് അത് ഉള്ള കാര്യമാണ്, നമ്മളെ സംബന്ധിച്ച് അത് പുകഴ്ത്തല്. അതിനെന്തറിയോണ്ണി, എന്റെ ഭാര്യയുടെ മനസ്സ് എനിക്കല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ? അത് അവിടെ നിന്നും പോയി. എന്നാന്നറിയോ, ഇനി 15 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യണ്ടോ? അതുകൊണ്ട് മുൻകൂർ ജാമ്യ. ഇവിടുത്തെ ഹെൽത്ത് സെന്റർ കേട്ടോ, അടിപൊളി ഹെൽത്ത് സെന്റർ അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ലപോലെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതിലേക്ക് ബസ് റൂട്ടാണ് കേട്ടോ, ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അത് കണ്ടായിരുന്നു, അതുണ്ടോ പണ്ടത്തെ പാലമാണ്, ഇരുമ്പ് പാലം. കഷ്ടി ഒരു വലിയ വണ്ടി പോകാനുള്ള വീതി ഉണ്ടോ? ഇല്ല, ചെറുവണ്ടിയെ പോകുള്ളെന്ന് തോന്നുന്നല്ലേ? ഇതൊക്കെ ബ്രിട്ടീഷുകാർ പണിതായിരിക്കും അല്ലേ ആ പാലമൊക്കെ അല്ലേ? ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാനിട്ട് ഇപ്പോഴും അതേപടി നിൽക്കുന്നത്. കുഴപ്പമില്ലാതെ. ഇതെല്ലാം നമ്മുടെ പെരുമ്പാവൂരേക്ക് വരുന്ന തടികളാണ് കേട്ടോ. നമുക്കിവിടെ തടിലോട് കയറ്റായിരുന്നല്ലോ. തടിലോട് കയറ്റിയാൽ നിങ്ങൾക്ക് കാർന്നവർക്കും കാർന്നോത്തേക്കും പഞ്ചാബിന് പോകാൻ പറ്റുമായിരുന്നു. കാർന്നോരും മനസ്സിലായല്ലോ. അല്ല, കാരണവർ ഒരു കുടുംബത്തിന്റെ കാരണവരല്ലേ, അല്ല പ്രായം കൊണ്ട് പറഞ്ഞതല്ല. അല്ല, തടി കയറ്റിയിരുന്നെങ്കിലേ ശരിയാ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം പഞ്ചാബിന് ഇച്ചിരി എളുപ്പമുണ്ടല്ലോ അല്ലേ? വേറെ എങ്ങോട്ടേലും പോകണമെന്നാ ഓർത്തത്. അതുമല്ല, നമ്മൾ ഇഞ്ചിലോട് അധികം കയറ്റിയിട്ടില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരൂ. എന്നാ? നിങ്ങൾ ആ പഞ്ചാബിൽ ചെല്ലുമ്പോൾ മറ്റേ ആ പഞ്ചാബികളുടെ തൊപ്പി എടുത്ത് രതീഷിന്റെ ഒരു ഫോട്ടോ അയച്ചു തരാം. തൊപ്പിയല്ല, മറ്റേ തലപ്പാവ്. തലപ്പാവ്. തൊപ്പിയല്ല, തലപ്പാവ്. ഒരു കാര്യം, പഞ്ചാബിന് പോയേക്കാം. പഞ്ചാബിന് പോയിട്ടുണ്ടോ? പഞ്ചാബിന് ഞാൻ പോയിട്ടില്ല. മറ്റേ പഞ്ചാബി സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമ കണ്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ തിരിച്ച് വീരാജ്പേട്ട എടുക്കാറായി. അപ്പം ഇനിയും നമ്മൾ ഗോണിക്കൊപ്പല്ലേ പോകണ്ടേ? ഗോണിക്കൊപ്പ. ഈ ചിലയിടത്തെ ഗോണിക്കൊപ്പൽ എന്ന് എഴുതിയിട്ടുണ്ട്, ഗോണിക്കൊപ്പാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ വേണേലും ഉപയോഗിക്കും. നമ്മൾ ഗോണിക്കൊപ്പ എന്നല്ലേ പറയുന്നത് കൂടുതലും. അപ്പം നമ്മൾ വിരാജ്പേട്ട ടൗണിലായി. വിരാജ്പേട്ട് ബസ് സ്റ്റാൻഡാ. വിരാജ്പേട്ട് ഒരുവിധം വലിയ ടൗണാ അല്ലേ കേട്ടോ? ഈ വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നത് തലേദിവസം ഒന്ന് പറയണം. എന്നാന്നറിയോ, വീടിന്റെ അവിടെ എഴുതി വെക്കാനാ. എന്തിനാ? ഈ വീഡിയോയിൽ കാണുന്നവർ ഈ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അഥവാ ബന്ധമുള്ള തികച്ചും യാദൃശ്ചികമായിരിക്കും. അപ്പോൾ നമ്മൾ ഗോണിക്കപ്പ എത്തി. അപ്പോൾ ഇവിടെയുള്ളൊരു ഓഫീസിൽ നിന്നാണ് നമ്മൾ ലോഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആളെ ഒന്ന് വിളിച്ചേ. കാവേരി കോളേജ് ആയത് കേട്ടോ, കാവേരി കോളേജ്. നല്ല ക്യാമ്പസ്. അതെ, ഗോണിക്കൊപ്പ ടൗണാണിത്. ഇന്നലെ നമ്മൾ രാത്രിക്ക് അതിലേ അങ്ങ് പോയത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് ബസ്സും ഗവൺമെൻറ് ബസ്സും എല്ലാം ഉണ്ട്. അതിലേ നമ്മൾ ഇന്നലെ വന്നത്. അപ്പോൾ ഉണ്ണിയെ, എവിടെയെങ്കിലും 10 വീല് വണ്ടി കിടപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതാണ് നമ്മുടെ അടയാളം. എൻ്റെ 2 കണ്ണും അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ടയർ എണ്ണി നോക്കിയോ കേട്ടോ. 6 ഉള്ളൂ അല്ലേ? വണ്ടി പോട്ടെ. പോട്ടെ. ഇത് 6 ഉള്ളൂ. അത് 6 വീലേ ഉള്ളൂ അല്ലേ? 6 നമ്മൾ പിടിക്കത്തില്ല. 10 വീലാണ്. ഇതൊരു 10 വീല് വണ്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കേട്ടോ, 10 വീല് വണ്ടി ആക്കിയാലും കണ്ടു. അപ്പോൾ നമ്മൾ മൈസൂർ റോഡിൽ കൊണ്ട് വണ്ടി ഇട്ടു. അപ്പം ഓഫീസിലെ ആളൊക്കെ വന്നായിരുന്നു. ലോഡ് കുറച്ചുകൂടെ കഴിയുമ്പോഴേ കൺഫേം ആവുള്ളൂ. അപ്പോൾ ഉണ്ണിൻ്റെ ആവശ്യം കൂടെ ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ചായ കുടിക്കാൻ വന്നാൽ അപ്പോൾ നല്ല ചായ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അത് ശരി. എന്നെ വിളിക്കാതെ ചായ കുടിക്കാൻ പോകുന്നതല്ലേ? അല്ല, ഞങ്ങൾ പിന്നെ എന്നാ പറയുന്നത്, വേറൊരു കാര്യത്തെ ഉദ്ദേശിച്ച് പോകുന്നതാണ്. ഇവിടുത്തെ ഒരു ചെറുകടിയാ, ബിസ്ക്കറ്റ് പരി എന്നാ പറഞ്ഞത്. അന്നോർത്ത് കാണിച്ചേ. നെയ്യപ്പം പോലിരിക്കുന്നത്. നെയ്യപ്പത്തിൻ്റെ പേസൊന്നും അല്ല കേട്ടോ, എണ്ണയാണ്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുണ്ട്. ബിസ്ക്കറ്റ് പരി എന്ന് പറഞ്ഞു പേര്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് പോയാലോ? നാളെ ലോഡാവുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഒരു റൂം എടുക്കാം. റൂമിലൊക്കെ പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. അതെ, ഇനിയിപ്പം ഓട്ടോ ഒന്നും കിട്ടില്ല. ഇവിടുന്ന് നടക്കണമെന്ന് തോന്നുന്നു. നടന്നോ? ആണ്ട് ഒരു ബസ്. എനിക്ക് നടക്കാൻ ഒരു മടിയില്ല. നിങ്ങളല്ലേ ഓട്ടോയ്ക്ക് പോകാന്ന് പറഞ്ഞേ? അല്ല, ഓട്ടോയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോഡ്ജ് കണ്ടെത്താൻ ഒരു എളുപ്പം വരുമല്ലോ. നമ്മൾ തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. തപ്പൊന്നും വേണ്ട, കുഴപ്പമില്ലാത്തൊരു ലോഡ്ജിലോട്ട് വിടാൻ പറഞ്ഞാൽ മതിയല്ലോ. റൂമുകളൊന്നും കാണുന്നില്ല. നമ്മൾ ഇത്ര നേരം ഓടുമല്ലായിരുന്നു, ഇനി ഇച്ചിരി നടക്കാം. അല്ല, അവിടുന്ന് ഇവിടം വരെ ഓടുമല്ലായിരുന്നു. നടന്നു. അതെ, ഇവിടെ ഒരു കുസിൻ പാപ്പര എന്ന് പറഞ്ഞ ഒരു സംഭവം കാണുന്നുണ്ട്, ലോഡ്ജിങ്. അവിടെ കയറി ചോദിച്ചാൽ നോക്കാം. പാപ്പര ആയവർക്ക് കിട്ടുമോ? ഈ പറഞ്ഞാലേ ഇവിടെ താമസിച്ച പാപ്പരാവോ? പറയാൻ പറ്റിയല്ല.
ചോദിച്ചു നോക്കാം നമുക്ക് എന്നാവുന്നൊക്കെ ചോദിച്ചിട്ട്. അതെ പ്രാപ്തരാകുമോ എങ്ങനെയാണെന്നല്ലേ കയറി ചെല്ലുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് മേടിക്കുകയല്ലോ. ഇതന്നെ രതീഷ്, ഇതന്നെ ഇത് നമ്മുടെ ജനാർദ്ദനം പറഞ്ഞ പോലെയാണല്ലോ. ഇതെല്ലാം പഴയ സാധനങ്ങൾ അതിരുമേനി. എല്ലാം പഴയ സാധനം, എല്ലാം പഴയ സാധനങ്ങൾ. കൊള്ളാം അല്ലേ? കൊള്ളാം. പഴയ ടേപ്പ് കാർഡൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ റൂം എടുത്തു. വലിയ റേറ്റ് ഒന്നുമില്ല, 1120 രൂപ. പാപ്പരാകുകയല്ല. പിന്നെ ഒരാൾ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് 250 രൂപയാണ്. അതെ, മൊത്തം 1370 രൂപ. അതെ, ഞാൻ ഈ സൈഡിലാണ് കിടക്കുന്നത് കേട്ടോ. എക്സ്ട്രാ ബെഡ് ഉണ്ടോ? എന്നാ പിന്നെ ഞാൻ അതായി കിടന്നോളാം. നിങ്ങൾ എവിടെ കിടന്നു? ഞാൻ ഓർത്ത് ഇതേ ഉള്ളെന്ന് ഓർത്ത്. എക്സ്ട്രാ ബെഡിന്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല. എക്സ്ട്രാ ബെഡ് വേണ്ടായിരുന്നു പറയുകയാണെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വണ്ടിയെ കിടക്കുന്ന പോലെ നടുക്കി ഇവനെ കിടത്താൻ കൊള്ളുകയില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എക്സ്ട്രാ ബെഡ് ആദ്യമേ പറഞ്ഞത്. അപ്പം റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഫുഡും കഴിച്ച് അപ്പം സമയം 10 മണി കഴിഞ്ഞു. അപ്പം നമുക്ക് പോയി കിടന്നുറങ്ങിയേക്കാം. അപ്പം നാളെ രാവിലെ നമ്മുടെ ലോഡ് സെറ്റാവും. മെയിൻ ഡ്രൈവർ അവിടെ നിന്ന് പുറപ്പെടും. അപ്പം പഞ്ചാബ് ലോഡിൻ്റെ തുടക്കം എപ്പിസോഡ് വരുന്നു. അതെ, ഇഞ്ചി. അതെ, പഞ്ചാബിന് ഇഞ്ചി. പഞ്ചാബിന് ഇഞ്ചി വ്യത്യസ്തമായ പഞ്ചാബിൽ ഇഞ്ചിയാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോഡ് വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കയറ്റിയിട്ടില്ലാത്ത ഒരു ലോഡ്. നമ്മൾ കയറ്റി ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അല്ല, നമ്മൾ വേറെ വണ്ടിയൊക്കെ കയറ്റി പോയിട്ടുണ്ട്, നമ്മൾ വീഡിയോക്കകത്ത് വന്നിട്ടില്ല. അപ്പം ഇഞ്ചി ലോഡുമായിട്ട് പഞ്ചാബിലോട്ട് ആയിട്ടുള്ള കാഴ്ചകളുമായിട്ട് നല്ല പ്രാസമുള്ള ലോഡാ. അപ്പം അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ? ഞങ്ങൾ കുറച്ച് മഞ്ഞളുമായിട്ട് നാട്ടിലോട്ട്. നിങ്ങൾ മഞ്ഞൾ നാട്ടിൽ പോകണം.